ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം നിൽക്കുന്ന നിൽപ്പിൽ 65-ാം സങ്കീർത്തനം 65 വാക്യപ്രതിവാക്യമായി സങ്കീർത്തനം 65 എല്ലാവരും എടുത്തു വിശ്വസിക്കുന്നു. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കും ഞങ്ങൾ രക്ഷയാം. ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോട് ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. അവൻ സമുദ്രങ്ങളുടെ മുടക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലക്കവും ശമിപ്പിക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ചു നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. അടുത്ത വാക്യം ചേർന്ന് വായിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായിരിക്കുന്ന നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നൽകി തന്ന വലിയ സാഹചര്യങ്ങളെ ഓർത്ത് നൽകി തന്ന വലിയ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നതാ. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ, സകല ജഡവും അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥനകൾ കഴിഞ്ഞ നാളുകളിൽ കേട്ടതിന്റെ മറുപടിയായി ഇന്ന് പകൽക്കാലം അടിയങ്ങൾ കടന്നു വന്നിരിക്കുന്ന ദൈവമേ, അങ്ങ് അടിയങ്ങളെ കൂട്ടി വരുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി നന്ദി അപ്പാ. ദൈവവചനം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന നമ്മുടെ വചനം അവൻ ജീവനുള്ള വചനമായിരിക്കാൻ നന്ദി. ആ ജീവനുള്ള വചനം ഇന്ന് പകൽക്കാലം ജീവനുള്ള പ്രവൃത്തികളായി തീരുവാൻ സ്വർഗ്ഗമേ സഹായിക്കണമേ. അവൻ വചനം പറയുവാനായി എന്നെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിർത്തണമേ. സമ്പൂർണ്ണ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയാചനം കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഇരിക്കും. നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള സങ്കീർത്തനം 65-ാം അധ്യായം. ഈ സങ്കീർത്തനം 65-ാം അധ്യായത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമ്മളിന്ന് പകൽക്കാലം രാവിലെ പാടിയൊരു പാട്ടുണ്ട്. ഫസ്റ്റ് പാടിയൊരു പാട്ടാ, താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല. മക്കളെ, ആരെങ്കിലും നാളെയെ കുറിച്ച് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നുണ്ടോ? ആമേൻ. ആ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം പറയുന്നുണ്ട്, ആമേൻ, താൻ വാഴുകയാൽ. ദൈവം വാണവരാണോ? നാളെയെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ. എന്നിലും നിങ്ങളിലും ദൈവം വാഴുന്നു ഉണ്ട് എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നവർ ആ കരങ്ങളെ ഉയർത്തി. ആമേൻ. നമുക്ക് ദൈവവചനത്തിൽ ആമേൻ ദൈവം വാണ ചിലരെയൊക്കെ കാണാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അതിലൊരാ വ്യക്തിയാ ദാവീദ്. ആമേൻ. നമ്മുടെ ദൈവത്തിന് ഒരു പ്രത്യേകതയാ, അവൻ രാജാതി രാജാവാ, അവൻ കർത്താതി കർത്താവാ, അവൻ അത്ഭുത മന്ത്രിയാ, അവൻ വീരനാം ദൈവമാ, അവൻ നിത്യ പിതാവാ, അവൻ സമാധാനത്തിന്റെ പ്രഭുവാ. ആമേൻ. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ദൈവമാ എന്നിലും നിങ്ങളിലും വാഴുന്നത്. ബലം ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് ആവശ്യമായിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, ആമേൻ, ദൈവം വാണ ദാവീദിനെ നമുക്ക് അറിയാനായിട്ട് കഴിയും. ആമേൻ. യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിരിക്കുന്ന ദൈവം ദാവീദിൽ വാണപ്പോൾ, ആമേൻ, ദാവീദ് സിംഹത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ, ആമേൻ, അവന് ബലം വന്നത് എപ്രകാരമാ? ആ ദൈവം വാണവന്റെ ശക്തി, ആ ദൈവത്തിന്റെ ശക്തി കൊണ്ട് സിംഹത്തെ അവൻ വലിച്ചു കീറാനിടയായിരുന്നത്. മാത്രമല്ല, ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പാകെ നിൽക്കുകയാ. ആമേൻ. വെല്ലുവിളിക്കുന്ന ദൈവജനത്തെ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ആമേൻ ദാവീദ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നതാ. ആമേൻ. അവന് പൊക്കമോ അവന് നീളമോ അതല്ല ദൈവത്തിന്റെ വിഷയം. ആമേൻ. അവനെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ആമേൻ ദാവീദിനെ ദൈവം ഉപയോഗിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ആമേൻ നമ്മുടെ കഴിവുകളോ നമ്മുടെ ശ്രേഷ്ഠതയോ നമ്മുടെ കഴിവുകളോ നമ്മുടെ പുണ്യപ്രവൃത്തികളോ അല്ല ദൈവമക്കളെ ഇന്ന് പകൽക്കാലം നമ്മളെ കൂട്ടിവരുത്തിയിരിക്കുന്നത്. ദൈവം നമ്മൾ വാഴുന്നതിനാൽ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിനാൽ, ആ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പും ആ ദൈവത്തിന്റെ വാഴ്ചയും നാം ഓരോരുത്തരും ഈ നാടുകളിൽ ദൈവമക്കളെ മനസ്സിലാക്കണം. ദാവീദിന്
ജീവിതത്തിൽ ഉപയോഗിച്ച ദൈവം സിംഹത്തിന്റെ മുമ്പിൽ ആമേൻ പൊക്കമില്ലാത്തവൻ, വണ്ണമില്ലാത്തവൻ, കഴിവില്ലാത്തവനെ സിംഹത്തിന്റെ മുമ്പിൽ നിർത്തിയ സിംഹത്തെ വലിച്ചു കയറുവാൻ ഇടയാക്കിയവൻ. മാത്രമല്ല ഗോലിയാത്തിനെ ആമേൻ ദൈവജനത്തിന് എതിരായി നിന്ന ഗോലിയാത്തിനെ ആമേൻ കല്ലുകൊണ്ട് വീഴ്ത്തിയവൻ. ഒരായുധമോ അല്ല, കല്ലുകൊണ്ട് ആമേൻ ശത്രുവിനെ വീഴ്ത്തിയ ഒരു ദാവീദ്. മാത്രമല്ല ദാനിയേലിന്റെ പുസ്തകത്തിൽ ദൈവം വാണ ചില ബാലന്മാരെ കാണുന്നുണ്ട്. ദൈവം വസിച്ച ചില ബാലന്മാർ അവരെ കൊണ്ട് കത്തുന്ന തീച്ചൂളയിലേക്ക് തീച്ചൂള ഇരട്ടിയായിട്ട് ആക്കിയെന്ന് നമ്മൾ വചനത്തിൽ കാണുന്നത്. കത്തുന്ന തീച്ചൂളയിലേക്ക് ആ ബാലന്മാരെ കൊണ്ട് നെടുക. കത്തുന്ന തീച്ചൂളയിൽ ദൈവം വാണ ദൈവമക്കളെ കൊണ്ട് നിട്ടപ്പോൾ അവർക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ വേണം, ഒരു രോമം പോലും കത്തി പോകാതെ വേണം ദൈവം അവരെ സൂക്ഷിച്ച വിധങ്ങളെ ദൈവമക്കളെ ദൈവത്തെ വചനത്തിൽ കാണുന്നു. ഇന്ന് പകൽക്കാലം നാളെയെ കുറിച്ച് ആകുലപ്പെടുന്നവർ, അടുത്ത വർഷത്തെ കുറിച്ച് ആകുലപ്പെടുന്നവർ, ഭാവിയെ കുറിച്ച് ആകുലപ്പെടുന്നവർ, രോഗങ്ങളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുവെങ്കിൽ അതെല്ലാം ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരത്തില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിന്മയായി ഭവിക്കുന്നുവെങ്കിൽ നാളത്തെ നന്മയാക്കി ദൈവം മാറ്റുന്ന നമ്മുടെ ദൈവമായിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാലം വായിച്ച 65-ാം സങ്കീർത്തനം അതിന്റെ 1ഉം 2ഉം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. ആമേൻ. നമ്മുടെ ദൈവത്തിന്റെ ചില പ്രത്യേകതകൾ പറഞ്ഞിരിക്കുക. ആമേൻ. സ്തുതികളുമേൽ വസിക്കുന്ന ദൈവം, സ്തുതിക്ക് യോഗ്യനായിരിക്കുന്ന ദൈവം. നാം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധനയെ കടന്നു വരുമ്പോൾ നമ്മുടെ നാവുകളാൽ നമുക്ക് ദൈവം ജീവൻ നൽകി തന്നു. ആ ജീവനുള്ള നാവുകളാൽ നാം ദൈവത്തെ സ്തുതിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല ദൈവമക്കളെ, 2-ാം വാക്യത്തിൽ കാണുന്നു, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. നമ്മുടെ ദൈവത്തിന്റെ അടുത്ത പ്രത്യേകതയാ പ്രാർത്ഥന കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഞരക്കങ്ങൾക്കോ നമ്മുടെ കണ്ണുനീരുകൾക്കോ മറുപടി നൽകി തരാതെ ഇരിക്കുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ അനാദിയിൽ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവമാണ്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടുന്ന സകലതും, ജീവനും ഭക്തിക്കും വേണ്ടുന്ന സകലതും അതാത് ദിവസം നൽകി തന്ന് നമ്മളെ പുലർത്തുവാൻ എന്റെ ദൈവം സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ഈ പകൽക്കാലം അനുഭവ സാക്ഷ്യം പറയുവാൻ ഇന്ന് നിങ്ങളെ ഓരോരുത്തർക്കും അവസരം തരികയാണെങ്കിൽ ഓരോരുത്തർക്കും പറയുവാൻ അനവധി വിഷയങ്ങളുണ്ട്. കഴിഞ്ഞ നാടുകളിൽ നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങളിന്മേൽ ദൈവം മറുപടി നൽകി തന്നത്. മറുപടി ലഭിക്കാതെ ആയിരിക്കുന്നവർ ആരും ഇവിടെ ഇല്ല. എന്നാൽ പ്രിയ ദൈവമക്കളെ, നാം ഒരു കാര്യം ചിന്തിക്കണം. എല്ലാ പ്രാർത്ഥനകൾക്കും, നാം പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ പറയാൻ ആർക്കും കഴിയത്തില്ല. ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെ ഇപ്പോഴും മറുപടി നമുക്ക് ലഭിക്കാനായിട്ടുണ്ട്. ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ പ്രാർത്ഥനകൾക്കും, ഭക്തന്മാർ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി ലഭിച്ചിട്ടില്ല. അതിലൊരു ഉദാഹരണം മാത്രം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള കാര്യമാണ് ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പറയുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. അയ്യോ യഹോവേ, മതി മതി മതി, എന്റെ പ്രാണനെ നീ എടുത്തോണം. ഇന്ന് പകൽക്കാലം മതി മതി എന്ന് പറയുന്നവർ ആരെങ്കിലും ഇതിനുള്ളിലുണ്ടോ? ജീവൻ മതി, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ടുള്ള രീതിയിലായിരിക്കുന്നത്. അയ്യോ കർത്താവേ, മതി എന്ന് പറയുന്നവർ, ജീവനെ ഉപേക്ഷിക്കാൻ പ്ലാനുകൾ ഇട്ടവർ ആരെങ്കിലും ഇതിന്റെ ഉള്ളിലുണ്ടോ? ദൈവമക്കളെ, പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകി തരുന്ന ദൈവമുണ്ട്. ചില വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാതിരിക്കുന്നതിലും ദൈവത്തിന് മഹത്വം ആ വിഷയങ്ങളിൽ എടുക്കുവാനുണ്ട്. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുവാനുണ്ടെന്ന് നിങ്ങൾ അറിയണം. അതാ ഏലിയാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഏലിയാവിന് മറുപടി കൊടുത്തില്ല. ഏലിയാവ് പ്രാണനെ എടുത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ചു. ദൈവം അവന്റെ പ്രാണനെ എടുത്തില്ല. അവൻ ഇനിയും മുന്നോട്ട് പോകുവാനുണ്ടായിരുന്നു. പ്രിയ ഏലിയാവേ, കഴിഞ്ഞ നാളുകളിൽ നിന്നെ ഉപയോഗിച്ച വിധങ്ങൾ നീ മറന്നുപോയോ? ചൂരച്ചെടിയുടെ കീഴിൽ വന്നപ്പോൾ കഴിഞ്ഞ നാളുകളെ കുറിച്ചുള്ള ദൈവ പ്രവൃത്തികൾ മറന്നുപോയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാ എനിക്ക് ചിന്ത വന്നത്. ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ നാം മറന്നു പോകുമ്പോൾ ചിലപ്പോൾ നിരാശകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ ദൈവത്തിന്റെ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരാണെങ്കിൽ ദിനം പ്രതി നാം ദൈവത്തിന്റെ സന്നിധി നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഇടയായി തീരും. ഏലിയാവേ, നിന്നെ കൊണ്ട് വലിയ ദൈവപ്രവൃത്തികൾ ചെയ്ത് നീ മറന്നുപോയോ? രാജാവിന്റെ മുമ്പാകെ, ഒരു രാജ്യത്തിന്റെ രാജാവിന്റെ മുമ്പാകെ ധീരനായി നിന്നുകൊണ്ട്
നിന്നുകൊണ്ട് അവൻ ബലമായി നിന്നുകൊണ്ട് ധൈര്യത്തോടെ രാജാവിന്റെ കുറവുകളെ പറയുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ച വ്യക്തിയായ ഏലിയാവ്. ആമേൻ. അത് മാത്രമല്ല, ആമേൻ, അവന്റെ വാക്കിന ദൈവം നൽകി കൊടുത്ത അധികാരത്താൽ മഴ പെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ മഴ ആമേൻ പെയ്യാതെ അടച്ചു കളഞ്ഞവനാ ഏലിയാവ്. ആമേൻ. പിന്നീട് നമുക്ക് കാണുന്നു, മഴ പെയ്യട്ടെ എന്ന് ദൈവത്തിന്റെ അധികാരത്തോടെ ദൈവിക ആലോചന പറഞ്ഞ ഏലിയാവ് പറഞ്ഞപ്പോൾ ആ വാക്ക് ഫലിച്ചു, മഴ പെയ്തു. ആമേൻ. മാത്രമല്ല, ആമേൻ, സാറാഫാത്തിലെ വിധവയുടെ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ചവനാ ഏലിയാവ്. അതൊന്നും അവന്റെ ഏലിയാവിന്റെ ശക്തി കൊണ്ടല്ല, ദൈവം അവനെ എടുത്ത് ഉപയോഗിച്ചത് കൊണ്ടാ. ആമേൻ. പ്രിയ ദൈവമക്കളെ, അങ്ങനെ നിരവധിയായിട്ടുള്ള അത്ഭുത പ്രവൃത്തികൾ, അടയാളങ്ങൾ, അവൻ ദൈവത്തിന്റെ പ്രാവചനിക ദൂതുകൾ അവൻ ഏലിയാവ് പറഞ്ഞതാ. ഏലിയാവ് കഴിഞ്ഞ നാളുകളിൽ ഏലിയാവിലൂടെ ദൈവം നടത്തിയതാ. അതെല്ലാം ഏലിയാവ് മറന്നത് കൊണ്ടാണോ? ഒരു ആമേൻ സ്ത്രീയുടെ വാക്കിനാൽ ആമേൻ ഏലിയാവ് ആമേൻ ക്ഷീണിതനായി ചൂരച്ചെടിയുടെ കീഴിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പറയുക, ആമേൻ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ആമേൻ. അവന്റെ പ്രാണനെ അന്ന് എടുത്തായിരുന്നെങ്കിൽ കഴിഞ്ഞ അതിനുശേഷമായി ഏലീശയായ എന്റെ പിന്തുടർച്ചയായിട്ട് അഭിഷേകം ചെയ്യുവാൻ കഴിയത്തില്ലായിരുന്നു. എന്റെ ദൈവമക്കളെ, അവൻ എന്നെയും നിങ്ങളെ കുറിച്ചൊക്കെ ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കാതെ ഒരിക്കലും നമ്മുടെ ജീവന ദൈവം എടുക്കത്തില്ല. അവൻ എന്റെയും നിങ്ങളുടെയും ഓരോ ജീവിതത്തിലും അവൻ ദൈവിക പദ്ധതികൾ നിറവേറുവാൻ വേണ്ടി ദൈവം ചിലരെയൊക്കെ തിരഞ്ഞെടുക്കും. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമാ അവൻ എന്റെ മുമ്പാകെ ഇന്ന് ആയിരിക്കുന്നതും. അവൻ പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. അവൻ അടുത്തതായി 4-ാം വാക്യത്തിൽ അവൻ നാം ഇപ്രകാരം വായിക്കുന്നു, പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മയോട് തൃപ്തന്മാരാണ്. ആമേൻ. ഇവിടെ കാണുന്നു, നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവിടെ എന്നെ ഇടപെട്ട ദൈവവചനം, നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആരായി നീ? നീ എന്ന് പറയുന്നത് യഹോവയാണ്, ദൈവം, നമ്മുടെ സർവശക്തനായിരിക്കുന്ന ദൈവം. ആമേൻ. ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് അടുപ്പിക്കും പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന്. പ്രിയ ദൈവമക്കളെ, ഇന്നിവിടെ പകൽക്കാലം ആമേൻ നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വന്നിരിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ടാ നിങ്ങൾ ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. ആമേൻ. ആ ബോധ്യത്തോടു കൂടെ ഇന്ന് പകൽക്കാലം നമുക്ക് ആയിരിക്കാം. ആമേൻ. ദൈവം തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന ദൈവവചനത്തിൽ കാണുന്നത്. ഭാഗ്യകരമായ പല സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം വലിയതായി ദൈവവചനം പറയുന്നത്, അവൻ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് യഹോവ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യനാ ഭാഗ്യവാന്മാർ. ആമേൻ. ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുക്കും. ദൈവത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റുവാൻ വേണ്ടി, ദൈവത്തിന്റെ ഓരോ പ്രൊജക്ടുകൾ അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി ദൈവം ചില വ്യക്തി ജീവിതങ്ങളെ തിരഞ്ഞെടുക്കും. ആമേൻ. ആ തിരഞ്ഞെടുപ്പിന് നാം ആമേൻ ഒരുക്കമുള്ളവരായി തീർന്നാൽ ദൈവം നമ്മെ കുറിച്ച് ഉപയോഗിക്കുവാൻ ആമേൻ ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. ദൈവമക്കളെ, ആമേൻ, ദൈവം തിരഞ്ഞെടുത്ത ചില വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തതാ, അവനെ ഉപയോഗിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. അത് നേരത്തെ ഞാൻ പറഞ്ഞതാണല്ലോ. അതിനുശേഷമായിട്ട് നമുക്ക് കാണുന്ന ഒരു കാര്യമുണ്ട്, മോശയെ ദൈവം തിരഞ്ഞെടുത്തു. ആമേൻ. മോശയെ എപ്രകാരമാണ് ദൈവം തിരഞ്ഞെടുത്തത്? ആമേൻ. അവന്റെ ശ്രേഷ്ഠതകളോ അവന്റെ കഴിവുകളോ അവന്റെ കുടുംബ മഹിമയോ കൊണ്ടല്ല അവൻ ആ നിലയിൽ എത്തിച്ചേർന്നത്. ദൈവം നൽകി കൊടുത്ത ദൈവത്തിന്റെ കഴിവുകൾ കൊണ്ട് മാത്രം ദൈവം ഉപയോഗിക്കുവാൻ മോശയെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ മോശയെ ദൈവം ഉപയോഗിച്ചു. പ്രിയ ദൈവമക്കളെ, എന്റെ നിങ്ങളുടെ കഴിവുകൾ കൊണ്ടല്ല, അവൻ കുടുംബ മഹിമ കൊണ്ടല്ല, ശ്രേഷ്ഠതകൾ കൊണ്ടല്ല ഞാനും നിങ്ങളും ഈ ദൈവത്തെ കണ്ടെത്തിയിരിക്കുന്നത്. അവൻ ഇന്ന് ഈ ദൈവവചനം പറയുവാൻ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നുവെങ്കിലും എന്റെ കഴിവുകളല്ല, അവൻ ദൈവം നൽകി തന്ന ദൈവത്തിന്റെ ആ ദൈവത്തിന്റെ വലിയ കൃപയൊന്നു മാത്രമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാ ഒരു വ്യക്തിക്കും അഹങ്കരിപ്പാനോ ഒരു വ്യക്തിക്കും നിഗളിപ്പാനോ സാധ്യമല്ല. ദൈവം നൽകി തന്ന കഴിവുകൾ അത് പ്രയോജനപ്പെടുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മോശയെ ദൈവം തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തത് മോശ മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. അതാണ് നമുക്ക് എബ്രായർ അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്. മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് പറയുന്നത് അവന് അത് നിരസിച്ചു. അവൻ വലിയ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. ആമേൻ. ദൈവമക്കളെ, ഇവിടെ കാണുക, ഫറവോന്റെ പുത്രിയുടെ മകൻ, അത് ലോകപ്രകാരം വലിയൊരു കാര്യമാണ്. ഒരു രാജാവിന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വലിയ പദവിയാ. എന്നാൽ ഫറവോൻ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കിയ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ.
ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. അവൻ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് അവൻ മോശ തിരഞ്ഞെടുത്തത്. അവൻ എന്തെങ്കിലും കഷ്ടതകളോ പ്രതികൂലമോ അവൻ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവൻ നമുക്കും വലിയ ചിലപ്പോൾ അവൻ വലിയ സാഹചര്യങ്ങൾ കടന്നു വരാം. ലോകത്തിലെ മോഹങ്ങളിൽ നാം വഴുതി വീഴുവാൻ വലിയ സാഹചര്യങ്ങൾ കടന്നു വരാം. അവൻ ലോകത്തിലെ മോഹങ്ങൾക്ക് അനുസരിച്ച് നടന്നാൽ ചിലപ്പോൾ സമ്പത്തുകൾ വർദ്ധിപ്പിക്കാം. എന്നാൽ അതൊന്നും വേണ്ട എന്ന് വെച്ച ആമേൻ മോശ പറയുന്നു, ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നു തെരഞ്ഞെടുത്തു. മോശയെ നിന്നെ ദൈവം ഉപയോഗിച്ചു. ആമേൻ മോശയെ ഉപയോഗിച്ച വിധങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് ഏവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കളെ, നമ്മെ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ആ തിരഞ്ഞെടുപ്പും വിളിയും നാം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ആമേൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും. ആമേൻ. രണ്ടാമതായി അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ ഫറവോന്റെ കൊട്ടാരത്തിൽ താമസിച്ച് അവന്റെ സുഖങ്ങളിലും സൗകര്യങ്ങളിലും വാണു കഴിഞ്ഞാൽ അവന് ഒത്തിരി സമ്പത്തോ അവന് ഒത്തിരി മേന്മതകളോ ശ്രേഷ്ഠതകളോ ഒക്കെ വരാമായിരുന്നു. എന്നാൽ മോശ തിരഞ്ഞെടുത്തൊരു കാര്യം, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് അവൻ എഴുതുവാനായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ദൈവം ഈ വചനങ്ങളൊക്കെ നമ്മെ സഹായിക്കുമാറാകട്ടെ. രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയെ കൂടി നമുക്ക് പരിചയപ്പെടാം. മറിയയാണ് അത് അറിയപ്പെടുന്നത്. മറിയയെ ഒരു പ്രാവശ്യം ഗബ്രിയേൽ ദൂതൻ വന്ന് സന്ദർശിക്കുവാൻ ഇടയായി തീർന്നു. എന്തിനാ ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയയെ സന്ദർശിച്ചത്? ഒരു യേശുവിന് ജന്മം നൽകുവാൻ, ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഉദരമാ മറിയയുടെ ഉദരം. പ്രിയ ദൈവമക്കളെ, നാം ഈ മറിയ ദൈവത്തിന്റെ ദൂതന്റെ വാക്കിന് വില കൊടുത്തുകൊണ്ട് ആ ദൂതന്റെ വാക്കിനാൽ ആ തിരഞ്ഞെടുപ്പ് അംഗീകരിച്ച മറിയയിലൂടെ നമുക്ക് എല്ലാവർക്കും രക്ഷകനായിരിക്കുന്ന യേശുവിനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ ഇടയായിത്തീരുന്നു. മറിയയ്ക്ക് വേണമെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് നിരസിക്കാമായിരുന്നു. എന്നാൽ മറിയ അത് ഏറ്റെടുത്തപ്പോൾ മറിയ ഒരു ഭാഗ്യമുള്ള സ്ത്രീയായി മാറുവാൻ ദൈവമായി കർത്താവ് സഹായിച്ചു. മറിയയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയാ മറിയ. ലോകപ്രകാരം ഇങ്ങനെ ഒരു സാഹചര്യം കടന്നു വരുമ്പോൾ അനവധി ചോദ്യങ്ങൾക്കും അനവധി കുറ്റപ്പെടുത്തലുകൾക്കും നടുവിൽ നിൽക്കേണ്ടി വരും ഈ മറിയ. യോസേഫിനോട് മറുപടി പറയേണ്ടി വരും ഈ മറിയയ്ക്ക്. മറിയയുടെ മാതാപിതാക്കൾക്ക് മറുപടി പറയേണ്ടി വരും ഈ മറിയയ്ക്ക്. എന്നാൽ അതൊന്നും ഗൗനിക്കാതെ വണ്ണം, അതൊന്നും ഭാരപ്പെടാതെ വണ്ണം, അതൊന്നും ചിന്തിക്കാതെ വണ്ണം മറിയ ആ തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കി ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി മറിയെ തന്നെ സമർപ്പിക്കുവാൻ മറിയ ഇടയായി തീർന്നു. ദൈവം അതിന് വേണ്ടുന്ന കഴിവ് മറിയയ്ക്ക് നൽകി കൊടുത്തു. ദൈവത്തിന്റെ തന്റെ പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ പല വ്യക്തികളെയും ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാണ് ഒന്ന് മറിയ. ആദ്യം ഞാൻ പറഞ്ഞ മോശ, മറിയ, ദാവീദ്, ഇതെല്ലാം ദൈവവചനത്തിൽ കാണുന്ന ഉദാഹരണങ്ങളാണ്. ഇനിയും നിരവധി ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അതൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവവചനത്തിൽ നാം വായിച്ച 4-ാം വാക്യത്തിൽ ഇപ്രകാരം വായിച്ചു, നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ ദൈവം തിരഞ്ഞെടുപ്പിലൂടെ നൽകി തരും. എന്നാൽ ഈ ഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയെ നമുക്ക് നിർഭാഗ്യമാക്കി മാറ്റുവാനും കഴിയും. അതെല്ലാം നമ്മുടെ അവകാശമാണ് ദൈവമക്കളെ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം നമ്മളെ ഒരിക്കൽ തിരഞ്ഞെടുത്ത് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കും. എന്നാൽ പല സാഹചര്യങ്ങൾ നിമിത്തം നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിന്റെ വഴി വിട്ട് മാറിപ്പോയാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയാൽ നിർഭാഗ്യവാന്മാരായി തീരുവാൻ ഇടയായി തീരും. ഈ നിർഭാഗ്യകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ലോകത്തിൽ നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല. എന്നാൽ ഒരിക്കൽ നാം തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ വരവെങ്കിൽ നാം ഓരോരുത്തരും ഈ തിരഞ്ഞെടുപ്പ് ലഭിച്ച ഓരോ വ്യക്തി ജീവിതങ്ങളും ദൈവം പറഞ്ഞത് പ്രകാരം നാം ജീവിക്കുകയാണെങ്കിൽ ആ ദൈവത്തോട് കൂടെ വാഴുവാനിടയായിത്തീരും. എന്നാൽ നിർഭാഗ്യവാന്മാരുടെ ഒരു കാര്യമുണ്ട്, അവർ പട്ടുപോകുവാനിടയായിത്തീരും. ദൈവവചനത്തിൽ പറയുന്ന കാര്യമാണ് ദൈവത്തിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാത്തവർ നിത്യ നരകത്തിലേക്ക് മാറിപ്പോകുന്നത്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നാം മനസ്സിലാക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ നിർഭാഗ്യവാന്മാരായി തീരുവാനും ഇടയായിത്തീരും. അതുപോലെ തന്നെ അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഈ വേദഭാഗത്തിൽ 65-ാം സങ്കീർത്തനത്തിൽ ഓരോ വാക്യം വിശദീകരിച്ച് പറയാൻ കഴിയുന്ന വാക്യങ്ങളാണ്. എന്നാൽ ചില വാക്യങ്ങൾ മാത്രമാണ് ഞാൻ ഇത് പകൽക്കാലം നിങ്ങളോട് പറയുന്ന. സമയത്തിന്റെ പരിമിതി കൊണ്ട് 11-ാമത്തെ വാക്യം വായിച്ചു, നീ സംവത്സരത്തിൽ നിന്ന് നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. പ്രിയ മക്കളെ, നമ്മുടെ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ഒരു ദൈവം. നമ്മുടെ ഓരോ പാതകളും പുഷ്ടി
പുഷ്ടി പൊഴിക്കുന്ന ആമേൻ പാതകളാക്കി മാറ്റുന്ന ഒരു ദൈവം. ആമേൻ ആവർത്തന പുസ്തകത്തിലല്ലേ പറയുന്നത്, നമ്മുടെ പാദങ്ങൾ ചവിട്ടുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും. ആമേൻ അതുപോലെ തന്നെ ആമേൻ 119 സങ്കീർത്തനം 105 വാക്യത്തിൽ കാണുന്നു, ആമേൻ നിന്റെ വചനം എന്റെ കാലിന് ദീപം എന്റെ പാതയ്ക്ക് പ്രകാശം. ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ ജീവിക്കുകയാണെങ്കിൽ ആമേൻ പാതയ്ക്ക് പ്രകാശമായി പാതകൾക്ക് പുഷ്ടി നൽകി തരുന്ന ഒരു ദൈവം ജീവനോടെ ഇരിപ്പുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ആമേൻ നീ നിന്റെ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. ആമേൻ ദൈവം ചില നന്മകൾ കൊണ്ട് അലങ്കരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാം ഈ ആലയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 2 കൊല്ലം മുമ്പ് ഇരുന്ന ആലയം പോലെ അല്ല ഈ ആലയം ഇപ്പോൾ ആയിരിക്കുന്നത്. ചില മോഡിഫിക്കേഷനുകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്, ചില അലങ്കാര വസ്തുക്കളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ആമേൻ അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാ നമ്മുടെ ജീവിതത്തിലും ചില ദൈവിക നന്മകൾ കൊണ്ട് നമ്മെ ദൈവം അലങ്കരിക്കുമ്പോഴുണ്ടല്ലോ ചില വ്യക്തികൾ ആ അലങ്കാര വസ്തുക്കൾ കാണുവാനിടയായിത്തീരും. ചില ദൈവിക നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റുള്ളവരും ആ ദൈവിക നന്മകൾ കാണുവാനായിട്ട് ഇടയായിത്തീരും. ഈ ദിവസങ്ങളിൽ ഈ വചനങ്ങളെല്ലാം നമ്മൾ ആശ്രയിച്ച് വചനത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഞാൻ പറഞ്ഞു, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ സകല ജനവും നിന്റെ അടുക്കലേക്ക് വരുന്നു. ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകൾക്കും ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനകളാണോ എന്ന് നാം അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകി തരുവാൻ എന്റെ ദൈവം സർവശക്തനാണ്. ഈ വചനങ്ങളെല്ലാം ദൈവം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ.